വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമസ്ത കേരള സുന്നി യുവജന സംഘം സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ ദർശനവും ആ ദർശനത്തിൻ്റെ സൗന്ദര്യവും സമൂഹത്തിന് എല്ലാ കാലത്തും കൈമാറ്റം ചെയ്തതുപോലെ SYS ആദർശ സമ്മേളനങ്ങളിലൂടെയും ലക്ഷ്യം വയ്ക്കുന്നത് അതുമാത്രമാണ്. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അതിനർത്ഥം. സർവസ്വവും അള്ളാഹുവിന് സമർപ്പിച്ച് അവന് വിനീതമായി വണങ്ങുന്ന ദാസനാണ്, അടിമയാണ് ഒരു മുസ്ലിം. വിധേയത്വമാണ് ഇസ്ലാം മതത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അനുസരിക്കുവാനുള്ള, ഉൾക്കൊള്ളുവാനുള്ള, വിധേയപ്പെടാനുള്ള ശേഷി ആർജിക്കലാണ് ഒരു മുസ്ലിം പ്രാഥമികമായി ചെയ്യേണ്ടത്. ജഗദീശ്വരനായ, ജഗന്നിയന്താവായ അള്ളാഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്ക് എത്തിച്ചു തന്ന മുഴുവൻ ആശയാദർശങ്ങളെയും ദർശനങ്ങളെയും അനുസരണയോടുകൂടി, വിധേയത്വത്തോടുകൂടി ഉൾക്കൊള്ളലാണ്, അനുസരിക്കലാണ് ഒരു മുസ്ലിം പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ, ദർശനങ്ങളെ, അതിൻ്റെ മീമാംസയെ ഉൾക്കൊള്ളുവാൻ ഒരു മുസ്ലിമിന് കഴിയുമ്പോഴാണ് ആ മുസ്ലിം വിധേയനായി മാറുന്നത് എന്ന് നാം തിരിച്ചറിയണം. മനുഷ്യനെ നേരിട്ട് കണ്ട് മതനിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയല്ല അള്ളാഹു സ്വീകരിച്ചത്. പകരം ചില മാധ്യമങ്ങൾ മുഖേന, ചില മാധ്യമങ്ങളെ തിരഞ്ഞെടുത്ത്, ചില മധ്യവർത്തികളെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ഒരാശയത്തെ, ഒരു മതത്തെ, ഒരു സൗന്ദര്യത്തെ കൈമാറ്റം ചെയ്യുകയാണ് പടച്ചതമ്പുരാൻ ചെയ്തത്. അങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ, പ്രവാചകന്മാരിലൂടെ വിശുദ്ധ മതത്തെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നതും നമ്മളിലേക്ക് അവതരിപ്പിച്ചു തരുന്നതും. ലോകത്ത് പ്രവാചകന്മാരെല്ലാ കാലത്തും സംസാരിച്ചത് സമാധാനത്തിൻ്റെ ഭാഷയിലാണ്. അനുരജ്ഞനത്തിൻ്റെ ശൈലി എല്ലാ കാലത്തും പ്രബോധകന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. സമാധാനത്തിൻ്റെ ഭാഷയിലൂടെ ഇസ്ലാം ലോകത്ത് സംവദിക്കുകയും സംവേദനങ്ങൾ സൃഷ്ടിക്കുകയും തലമുറകളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിക സമൂഹത്തിലെ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉൾക്കൊള്ളുന്ന വലിയ ഒരു ശൃംഖല, വലിയൊരു തലമുറ പ്രമാണങ്ങളെ വിലയിരുത്തിയ രീതിയിലാണ് വിശുദ്ധ ഖുർആനിനെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുസുന്നത്തിനെ നമ്മൾ ആധാരപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാർ കൈമാറ്റം ചെയ്തു തന്ന, പ്രബോധകന്മാർ പ്രസരിപ്പിച്ചു തന്ന ഒരു രീതിശാസ്ത്രത്തിൻ്റെ മാഭിനിയിൽ നിന്നുകൊണ്ടാണ്, അതിൻ്റെ അളവുകോലിൽ നിന്നാണ്. ഈ പ്രബോധനത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ശരിക്കും മനസ്സിൻ്റെ ഒരു പരിവർത്തനമാണ്. മനസ്സ് മാറുമ്പോഴാണ് പ്രബോധനത്തിൻ്റെ അർത്ഥതലങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. ലോകത്തെ പാരമ്പര്യ ഇസ്ലാമിക സമൂഹം ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇങ്ങനെയാണ്. മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുകളെ സ്ഫുടം ചെയ്യുവാനും അതിനെ വിമലീകരിക്കുവാനുമുള്ള ശക്തി ആർജിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്നു. അതേസമയം മതപ്രബോധനത്തിൻ്റെ താല്പര്യം രാഷ്ട്ര സംസ്ഥാപനമാണെന്ന്, രാഷ്ട്രീയമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ ലോകത്ത് ഇല്ലാതെയില്ല.
അവരുടെ താല്പര്യം പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ്. ഒരു രാഷ്ട്ര വ്യവസ്ഥയെ സ്ഥാപിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുകയും ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മതപ്രബോധനത്തിന്റെ മറവിലൂടെ അത്തരക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും ആത്മീയമായ വീര്യമുള്ള ഒരു മതത്തെ കളങ്കപ്പെടുത്തിയത് ഇങ്ങനെ ആലോചിക്കുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ, രാഷ്ട്ര സംസ്ഥാപനത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് പ്രബോധനത്തെ ആലോചിക്കുന്നവരാണ് എന്ന് എല്ലാ കാലത്തും ചരിത്രത്തെ കൃത്യമായി അപഗ്രഥിക്കുന്നിടത്ത് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. മുസ്ലിം ഉമ്മത്തിന്റെ ശിഥിലീകരണമാണ്, മുസ്ലിം സമുദായത്തിന്റെ ഛിദ്രതയാണ് അവർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തിനെ എങ്ങനെ വിഭജിക്കുവാൻ കഴിയും, എങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വർഗീകരിക്കുവാൻ കഴിയും എന്നവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് മതത്തിന്റെ മുതലാളിമാരാകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ മുതലാളിമാരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഘങ്ങൾ ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിന്റെ വിവിധങ്ങളായ പാർശ്വങ്ങളിലൂടെ സഞ്ചരിക്കുന്നിടത്ത് അവർ ചെയ്തു വെച്ച അനീതികളെ, അവർ ചെയ്തു വെച്ച പ്രവർത്തനഗതികളെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. മതത്തെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി, ഇസ്ലാമിനെ രാഷ്ട്രീയമായ അധികാരഭാവത്തോടുകൂടി പ്രദർശിപ്പിക്കാൻ വേണ്ടി വന്ന, അങ്ങനെ പൊളിറ്റിക്സ് മാത്രം ആലോചിച്ചു കൊണ്ടുവന്ന കുറേയധികം ശക്തികളിൽ നമുക്ക് തെരഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായി കാണാൻ കഴിയുന്ന ഒരു സംഘമാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. ഖവാരിജ് എന്ന് പറയുന്ന പദത്തിന്റെ മലയാള മൊഴിഭേദം പുറപ്പെട്ടവർ എന്നാണ്. എവിടേക്കാണ് ഇവർ പുറപ്പെട്ടത്? എന്ത് കരുതിയാണ് ഇവർ ഇറങ്ങിപ്പുറപ്പെട്ടത്? ചരിത്രം അതിന് സാക്ഷിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ 4ാം ഖലീഫ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് ഖവാരിജുകൾക്ക് ആ പേര് നേടിക്കൊടുത്തത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുത്തുനബിയുടെ ഖലീഫയ്ക്കെതിരെ, ഇസ്ലാമിന്റെ ഖലീഫയ്ക്കെതിരെ ഇറങ്ങിപ്പുറപ്പെട്ടുകൊണ്ട് സായുധ കലാപം ആലോചിച്ചുകൊണ്ട് ഖവാരിജുകൾ രംഗത്തേക്ക് വരികയാണ്. വിശ്വാസപരമായ അബദ്ധങ്ങളിൽ നിന്ന് പിറവിയെടുത്ത ഈ സംഘം പിന്നീട് നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ ആനുകാലികമായ സാമൂഹ്യ പരിസരത്തേക്ക്, രാഷ്ട്രീയ പരിസരത്തേക്ക് വരുമ്പോൾ പുതിയ കാലത്തെ IS തീവ്രവാദത്തിന് പോലും പ്രത്യയശാസ്ത്രപരമായ അടിത്തറ പകർന്നു നൽകുന്നിടത്ത് ഖവാരിജ് പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തെ അന്നു മുതൽ ഇന്ന് വരെ വായിക്കുന്നിടത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 4ാം ഖലീഫ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ വാളേന്തി രാഷ്ട്രീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഖവാരിജുകൾ അവരുടെ സംഘടിതമായ നവീകരണത്തിന്റെ, പരിഷ്കരണത്തിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. അവരുടെ പ്രവർത്തനത്തിന്റെ നാന്തി കുറിക്കുന്നത് അങ്ങനെയാണ്. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള പ്രശ്നത്തിൽ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, ലോകത്ത് ശാന്തിയും സമാധാനവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബികൾ, മുത്തുനബിയുടെ നക്ഷത്ര സമാനരായ സ്വഹാബികളാണ് അവർ. അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുരജ്ഞനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഖവാരിജുകൾ രംഗപ്രവേശം ചെയ്യുന്നത്. മുത്തുനബിയുടെ സഹാബികൾ മുന്നോട്ട് വെച്ച നീക്കത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധം രാഷ്ട്രീയമായ ബാധയും രാഷ്ട്രീയമായ ബോധ്യവും ഖവാരിജുകളെ പിടികൂടിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിലെ നിർണായകമായ ഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി കൊണ്ടുവന്ന അനുരജ്ഞന കരാറിനെ ഖവാരിജുകൾ മുദ്രകുത്തിയത് അനിസ്ലാമികം എന്നാണ്. ഇസ്ലാമികമായി ഏത് ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാലും അംഗീകരിക്കുവാൻ കഴിയാത്ത, അനുകൂലിക്കുവാൻ സാധിക്കാത്ത വിധം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് മുന്നോട്ട് വെച്ച അനുരജ്ഞനത്തെയും അവിടുത്തെ തീരുമാനങ്ങളെയും ഖിലാഫത്തിനെയും അട്ടിമറിക്കുവാൻ വേണ്ടി കൊടും ക്രൂരതകളുടെ ഘോഷയാത്രയാണ് പിന്നീട് ഖവാരിജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർ ഇറങ്ങിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ രംഗപ്രവേശം അങ്ങനെയാണ്. ജിഹാദ് എന്ന് പറയുന്ന ഇസ്ലാമിലെ വിശുദ്ധമായ ഒരു പദത്തെ അതിന്റെ നാനാർത്ഥത്തിൽ, അതിന്റെ ബഹുമുഖ താല്പര്യത്തോടുകൂടി വായിക്കുന്നതിന് പകരം ജിഹാദ് എന്ന് പറയുന്ന ഒരു പദത്തെ സായുധ പോരാട്ടമായി മാത്രം ചുരുക്കി എഴുതുവാനാണ്, പരിമിതപ്പെടുത്തുവാനാണ് അവർക്ക് താല്പര്യമുണ്ടായത്. എന്തിനാണ് ജിഹാദിനെ ഇങ്ങനെ പരിമിതമായ ഒരു യുക്തിബോധത്തിന്റെ അടിത്തറയിലേക്ക്, അതിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്? അതിന് വലിയ താല്പര്യമുണ്ട്.
പാരമ്പര്യ ഇസ്ലാമിനെ വെല്ലുവിളിക്കണമെങ്കിൽ, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കൊഞ്ഞനം കുത്തണമെങ്കിൽ, ലോകത്തുയർന്നു വന്ന മുസ്ലിം സമുദായത്തെ കാഫിറുകളെന്ന് ആരോപിക്കണമെങ്കിൽ, ലോകത്തുയർന്നു നിൽക്കുന്ന മുസ്ലിംകളുടെ ശിരസ് ഗളച്ഛേദം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അവർക്കുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു അധികാര ഭൂമിക വികസിച്ച്, ആ അധികാര ഭൂഗോളം വികസിപ്പിച്ച് അതിന്റെ മുകളിൽ പടിഞ്ഞിരിക്കുവാനുള്ള ആലോചനയിൽ നിന്നാണ് അങ്ങനെ ജിഹാദിനെ കുറിച്ച് അവർക്ക് സംസാരിക്കുവാൻ സാധ്യമായത്. ലോകത്തെ മുസ്ലിങ്ങളെ കൊന്നു തള്ളി, കുഫ്രിയത്ത് ചാർത്തി, വിയോജിക്കുന്ന പരിപാടിവനും അപായപ്പെടുത്തി ഒരു പുതിയ രാഷ്ട്രീയ സംസ്ഥാപനം, അതാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മഹ്മൂദ് മംദാനി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കൊളംബിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആഫ്രിക്കൻ സ്റ്റഡീസിലെ ഡയറക്ടറാണ് മഹ്മൂദ് മംദാനി. ആ മഹ്മൂദ് മംദാനി അദ്ദേഹത്തിന്റെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറയുന്ന പുസ്തകത്തിൽ 4 ജിഹാദി സംഘങ്ങളെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. 4 ജിഹാദുകളെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഒന്ന് കുരിശ് യുദ്ധമാണ്, 11-ാം നൂറ്റാണ്ടിൽ നടന്ന കുരിശ് യുദ്ധമാണ്. രണ്ടാമത്തേത് മഹ്മൂദ് മംദാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പശ്ചിമാഫ്രിക്കയിലെ സെനഗാംബിയ പ്രദേശത്ത് യൂറോപ്യന്മാരുടെ അടിമ വ്യവസായത്തിനെതിരെ 17-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ജിഹാദി സംഘമാണ്. മംദാനി അദ്ദേഹത്തിന്റെ 3ാമത്തെ നിരീക്ഷണം അവതരിപ്പിക്കുന്നത് ലോകത്ത് ഇസ്ലാമിനെ ജിഹാദ് എന്ന പദത്തിലേക്ക് ഒതുക്കിക്കൂട്ടി രാഷ്ട്രീയ സംസ്ഥാപനത്തിന് വേണ്ടി ആയുധം പ്രയോഗിക്കണമെന്ന ആലോചനയിൽ വികസിപ്പിച്ച ഒരു സംഘത്തെ മഹ്മൂദ് മംദാനി അദ്ദേഹത്തിന്റെ ബാഡ് മുസ്ലിം ഗുഡ് മുസ്ലിം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നു. 3ാമത്തെ സംഘമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ടു വന്ന വഹാബിസമാണ്, വഹാബി മൂവ്മെന്റ് ആണ്. 4ാമത്തത് അദ്ദേഹം എണ്ണുന്നുണ്ട്, സുഡാനിൽ മുഹമ്മദ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ വന്ന ഒരു ജിഹാദി സംഘമാണ്. ഇങ്ങനെ 4 സംഘങ്ങളെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പ്രത്യേകം ചില വിശകലനങ്ങൾക്ക്, ചില അപഗ്രഥനങ്ങൾക്ക് വിധേയപ്പെടുത്തുന്നുണ്ട്. 3ാമതും 4ാമതും ഞാൻ വിശേഷിപ്പിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും മുഹമ്മദ് അഹമ്മദിന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രത്യക്ഷമായി തന്നെ പാരമ്പര്യ ഇസ്ലാമിക സമൂഹത്തിനെതിരെ രംഗത്തു വന്ന ജിഹാദി സംഘങ്ങളാണ്. ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധരായ മുത്തുനബിയും അവിടുത്തെ സഖാക്കളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളും കൈമാറ്റം ചെയ്തു തന്ന മനോഹരമായ ഇസ്ലാമിന്റെ സൗഷ്ഠവത്തെ, അതിന്റെ ആചാരത്തെ, അതിന്റെ അനുഷ്ഠാനങ്ങളെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് മംദാനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. പുതിയ കാലത്തേക്ക് വരുമ്പോ, പുതിയ രാഷ്ട്രീയ ഭൂമികയിലേക്ക് വരുമ്പോ, ഈ പുതിയ കാലത്തെ എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും പ്രത്യയശാസ്ത്രപരമായ ഇന്ധനം പകർന്ന വ്യക്തി എന്ന നിലയ്ക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ചില പ്രത്യേകമായ വിശകലനങ്ങൾക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകമായ ചില ആലോചനകൾക്ക്, പ്രത്യേകമായ ചില പഠനങ്ങൾക്ക് നാം എന്തായാലും ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്, ഉപയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ്, അള്ളാഹുവേ ഷാമിലും യമനിലും നീ ബറക്കത്ത് ചൊരിയണേ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. അന്ന് സമീപത്തുണ്ടായിരുന്ന നജ്ദിലെ ആളുകൾ മുത്തുനബിയോട് ആവശ്യപ്പെട്ടു, നജ്ദിലും ബറക്കത്ത് ചെയ്യണേ എന്ന് ആവശ്യപ്പെടണം എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ദിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല, നജ്ദുകാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെയാണ് പിശാചിന്റെ കമ്പ് മുളയ്ക്കുന്നത്, അവിടെയാണ് നാശങ്ങൾ രൂപപ്പെട്ടു വരാനിരിക്കുന്നതെന്ന്, അവിടെയാണ് കുഴപ്പത്തിന്റെ വലിയ മേഖല വികസിക്കാനിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്. കാലം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ചരിത്രം വീണ്ടും മുന്നോട്ട് പോയി. 1703 ഹിജാസിന് കിഴക്ക് ഭാഗത്തുള്ള നജ്ദിലെ ഉയൈന എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി ജനിക്കുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിച്ച, അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 ഹിജാസിന് കിഴക്ക് ഭാഗത്തുള്ള നജ്ദിലെ ഉയൈനയിൽ അദ്ദേഹം ജനിക്കുകയാണ്. അദ്ദേഹം അവിടെ ജനിച്ച് അവിടുത്തെ പ്രാഥമികമായ അദ്ദേഹത്തിന്റെ ജീവിത പ്രവർത്തനങ്ങൾക്ക് ശേഷം AD 1724 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബസ്റയിലേക്ക് പോകുന്നത്. എന്തിനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബസ്റയിലേക്ക് പോയത്?
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബസ്രയിലെത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രിട്ടീഷുകാരുടെ സഹായം പറ്റുക എന്നതാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സഹായം പറ്റുക, അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുക. അങ്ങനെ ബ്രിട്ടീഷ് ശക്തികളുടെ, കൊളോണിയൽ ശക്തികളുടെ താല്പര്യത്തോടുകൂടി, അവരുടെ ഒത്താശയോടുകൂടി, അവരുടെ ഔദാര്യത്തോടുകൂടി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വഹാബി മൂവ്മെന്റ്, വഹാബിസം വേരോട്ടം നടത്തുകയാണ്. ബസ്രയിൽ നിന്ന് ആരംഭിക്കുന്ന നീക്കം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നീക്കത്തെ ചരിത്രം നവോത്ഥാനം എന്ന് വിളിക്കുമെങ്കിൽ അത് ബ്രിട്ടീഷ് ശക്തികളുടെ ആചാരം പറ്റിയതിനു ശേഷം മാത്രമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു സമുദായത്തെ മുഴുവനും ഏറ്റവും പ്രധാനപ്പെട്ട ബലികുടീരങ്ങളിലേക്ക് ആനയിക്കുവാൻ, അങ്ങനെ ബലിശാലകളിലേക്ക് ആനയിക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ പേരാണ് നവോത്ഥാനമെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നവോത്ഥാനം ഇങ്ങനെയാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുന്നുണ്ട്. ബസ്രയിൽ നിന്ന് ബ്രിട്ടീഷ് സഹായത്തോടുകൂടി ആരംഭിക്കുന്ന ഇദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മതപരിഷ്കരണ പ്രവർത്തനമായി, മതനവീകരണ പ്രസ്ഥാനമായി അതിന് ഓമന പേരിട്ടുകൊണ്ട് അവർ രംഗത്തിറങ്ങിയവർ ചരിത്രത്തിൽ തുല്യതകളില്ലാത്ത വിധം ക്രൂരതകളാണ്, സമാനതകളില്ലാത്ത അനീതിയാണ്, കർസേവയാണ് അവര് നടത്തിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്താണ് അവർ നടത്തിയത്? എങ്ങനെയാണ് അവരുടെ രംഗപ്രവേശം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ രംഗപ്രവേശം എങ്ങനെയാണ്? അവരാലോചിക്കുന്നത് മക്ബറുകൾ തകർത്തു, അവർ ഇസ്ലാമിന്റെ സാംസ്കാരികമായ ചിഹ്നങ്ങളെ, കേന്ദ്രങ്ങളെ തകർക്കണം, അതിനെ മുച്ചൂടും നശിപ്പിക്കണം, സാംസ്കാരികമായി മേൽവിലാസമില്ലാത്ത ഒരു ജനതയായി ജഡസമാനമായ ഒരു മതത്തെ പുനഃപ്രതിഷ്ഠിക്കണം എന്നവർ ആലോചിച്ചു. ആ ആലോചനയിൽ നിന്ന് മക്ബറുകൾ അവർ തകർത്തു. മക്ബറുകൾ തകർത്തതിനു ശേഷം മുസ്ലിംകളുടെ സാംസ്കാരികമായ ചിഹ്നങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ അവരുടെ കൈവെള്ളയിൽ കൊണ്ടുവരണം, കൈപ്പിടിയിൽ ഒതുക്കണം. അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള സഊദ് കുടുംബത്തിന്റെ, സഈദ് കുടുംബത്തിന്റെ ആക്രമണങ്ങൾക്ക് മതപരമായ ന്യായം ചവയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നീട് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോയത്. വിശ്വാസികളെ കൊന്നു കൊലവിളിച്ച് അവരുടെ സാംസ്കാരികമായ കേന്ദ്രങ്ങൾ തകർത്ത് അവരുടെ മക്ബറുകളെ നിലംപരിശാക്കി ചരിത്രത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം ഒരു ജനതയുടെ വേരറുക്കുവാനുള്ള ശ്രമങ്ങൾ അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സഈദ് കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീചമായ പ്രവർത്തനങ്ങൾക്ക് മതപരമായ പരിധിക്കകത്തു നിന്നുകൊണ്ട് ഫത്വകൾ ചമയ്ക്കുവാനുള്ള, ന്യായങ്ങൾ ചമയ്ക്കുവാനുള്ള ആലോചനകളിലാണ് വഹാബി മൂവ്മെന്റ് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. തുല്യതയില്ലാത്ത ക്രൂരതകൾ. സൗദിയുടെ അധികാരം കിട്ടണം, രാഷ്ട്രീയമായ അധികാരം. ഇസ്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അധികാരം മാത്രമാണ്. പ്രബോധനത്തിന്റെ താല്പര്യം പൊളിറ്റിക്സ് ആണ്. രാജ്യം സ്ഥാപിക്കലാണ്, രാജ്യം സ്ഥാപിച്ചതിന് മുകളിൽ അധികാരിയായി ഇരിക്കലാണ്, അങ്ങനെ അധികാരിയായിരുന്നു കൊണ്ട് ആക്ടുകൾ പുറപ്പെടുവിക്കലാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ സൗദിയുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തണം എന്നവരാലോചിക്കുന്നു. മുശ്രിക്കുകളെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്ന സൂക്തങ്ങൾ, ആയത്തുകൾ, സർഖങ്ങൾ അതിനെ പക്ഷപാതപരമായി കൗടില്യ വക്രീകരണത്തിന് വിധേയപ്പെടുത്തുന്നു. അങ്ങനെ വക്രീകരിച്ചുകൊണ്ട് മുസ്ലിംകളുടെ മേൽ ആരോപിക്കുന്നു. മുസ്ലിങ്ങൾ കാഫിറുകളാണെന്ന് മുദ്രകൾ ചുമത്തുന്നു. മുസ്ലിങ്ങൾ അവര് മുശ്രിക്കുകളാണ് എന്നവരെ ചാപ്പയടിക്കുന്നു. എന്നിട്ട് മുസ്ലിങ്ങളെ കൊന്നു തള്ളുവാൻ, അവരെ ആക്രമിക്കുവാൻ, അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുവാൻ, അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുവാൻ, അങ്ങനെയാണ് പിന്നീടുള്ള ആലോചനകൾ മുഴുവനും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിജ്റ 1212 ശഅബാൻ മാസം ഖിലാഫത്തിന്റെ കീഴിലുള്ള അന്നത്തെ ശരീഫുമാരുമായി ഏറ്റുമുട്ടി വഹാബികൾ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള നീക്കം അങ്ങനെയാണ്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലവന്മാരായ ശരീഫുമാരുമായി ഏറ്റുമുട്ടുകയാണ്. ഖിലാഫത്തിനെ അട്ടിമറിക്കണം, മുസ്ലിങ്ങളുടെ പ്രബോധന താല്പര്യങ്ങളെ അട്ടിമറിക്കണം. അങ്ങനെ ശരീഫുമാരുമായി ഏറ്റുമുട്ടി 2000-ലധികം വരുന്ന മുസ്ലിങ്ങളെ കൊന്നു കൊലവിളിച്ചു. 2000-ലധികം വരുന്ന മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയതിനു ശേഷം അതിനവർ ചരിത്രത്തിൽ അവർ പേരിട്ട് വിളിച്ചു മതനവീകരണം. എന്താണ് ഈ മതനവീകരണം? 2000-ഓളം വരുന്ന മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്ത് അവരുടെ തലയ്ക്ക് മുകളിലൂടെ നടന്നതിനെയാണ് മതനവീകരണം എന്ന് വിളിക്കുന്നത്. ആലോചിക്കണം, ഗൗരവതരമായ ആലോചനയ്ക്ക് വിധേയപ്പെടുത്തണം. ഹിജ്റ 1217 ശവ്വാൽ മാസം ത്വായിഫിൽ ചെന്നു. ത്വായിഫ് ആക്രമിച്ചതിന് ശേഷം വഹാബി സൈനികനായ ഉസ്മാൻ അൽ മുലൈബിത്തിയുടെ നേതൃത്വത്തിൽ ഒരു ക്രൂരമായ കൃത്യം വീണ്ടും അവിടെ അരങ്ങേറുകയാണ്. ആ പ്രദേശത്തുണ്ടായിരുന്ന സ്ത്രീകളെ ആക്രമിച്ചു. സ്ത്രീകളെ മാത്രമല്ല, കാലിനടിയിലെ ചുവപ്പ് മാറാത്ത പിഞ്ചു പൈതലുകളെ ആക്രമിച്ചു. അവരെ മുഴുവനും കൊലപ്പെടുത്തിയതിനു ശേഷം ഹുസൈൻ ഹിൽമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൊട്ടിലിൽ കിടന്ന കുരുന്നുകളെ പോലും കൊന്നു വഹാബി മൂവ്മെന്റ്. ഹുസൈൻ ഹിൽമി അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്, തൊട്ടിലിൽ കിടന്നുറങ്ങിയ പാവപ്പെട്ട ചോര കുഞ്ഞുങ്ങളെ പോലും
കൊന്നിട്ട് കലി തീർന്നില്ല, കലിപ്പ് തീർന്നില്ല വഹാബിസത്തിന്. എന്നിട്ടോ ഒരു കുന്നിന് മുകളിലേക്ക് ഓടിക്കയറിയ അഭയം പ്രാപിച്ച അഭയാർത്ഥികൾ, അവരിൽ 367 പേരുണ്ടായിരുന്നു. ആ 367 പേർ അഭയം ചോദിച്ചുകൊണ്ട് കൈകൂപ്പി നിന്നു ഈ അക്രമി സംഘത്തിന് മുന്നിൽ. അവരെയും വെട്ടിക്കൊലപ്പെടുത്തി. അഭയം ചോദിച്ച അഭയാർത്ഥികളെ പോലും ഉൾക്കൊള്ളുവാനുള്ള സഹിഷ്ണുത വഹാബിസത്തിനുണ്ടായില്ല. അവർ കൊന്നു. എന്നിട്ട് മുസ്ലിങ്ങളുടെ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ, ശവക്കൂമ്പാരങ്ങൾ കൂട്ടിയിട്ട് മയ്യത്തുകൾ, ആ മയ്യത്തുകൾ കൂട്ടിയിട്ടിട്ട് അതിന് മുകളിൽ ആല പണിതു. ആ ആലയ്ക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് വന്യജീവികൾ മുസ്ലിങ്ങളുടെ മയ്യത്തുകൾ കടിച്ചു പതിച്ചു തിന്നു എന്ന് ഹുസൈൻ ഹിൽമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തുകയാണ്. മുസ്ലിങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുപോയി വന്യജീവികൾക്ക് ഭക്ഷണാവശ്യത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്തതിനെ മതനവോത്ഥാനം എന്ന് വിളിക്കുന്നു, മതപരിഷ്കരണം എന്ന് വിളിക്കുന്നു, മതനവീകരണം എന്ന് വിളിക്കുന്നു. 16 ദിവസത്തോളം മൃഗങ്ങൾക്കും വേട്ടപ്പട്ടികൾക്കും വന്യജീവികൾക്കും തിന്നാൻ വേണ്ടി മാത്രം മുസ്ലിങ്ങളുടെ മയ്യത്തുകൾ ഉണ്ടായിരുന്നുവെന്ന് ഹുസൈൻ ഹിൽമി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ സൂചിപ്പിക്കുകയാണ്. വിളപിടിപ്പുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും മുസ്ലിങ്ങളുടെ പാരമ്പര്യമാണ്. അറിവാണ് ഇസ്ലാമിന്റെ ജീവനാഡി എന്ന് നമുക്കറിയാം. അറിവ് ശേഖരിച്ചു വെച്ചവരാണ് മുസ്ലിങ്ങൾ. ചരിത്രത്തിൽ എല്ലാ കാലത്തും വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളുടെ ഉറവിടം മുസ്ലിങ്ങളുടേതാണ്. ആ അറിവിന്റെ മേഖല മുഴുവനും വികസിപ്പിച്ച ഗ്രന്ഥങ്ങൾ, പുസ്തകപ്പുരകൾ മുഴുവനും കത്തിച്ചു, അഗ്നിക്കിരയാക്കി. ആ ഗ്രന്ഥങ്ങൾ മുഴുവനും തരിവിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ജനങ്ങൾ സന്ധിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളാകെ, അഭയാർത്ഥികൾ മുഴുവനും, ഭീതി ജനിച്ച ജനം മുഴുവനും അവരോടി വന്നുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കണം എന്ന നിലവിളിയെ പോലും പരിഗണിക്കുവാൻ വഹാബിസത്തിന് സാധിച്ചില്ല. ഷെയ്ഖ് സുലൈമാൻ മുറാദ് തായിഫിലെ കാളിയാണ് അദ്ദേഹം. അബ്ദുള്ള അബുൽ ഖൈർ മക്കയിലെ കാളിയാണ് അദ്ദേഹം. അബ്ദുല്ലാഹി ഷാഫി മദ്ഹബിലെ മുഫ്തിയാണ് അദ്ദേഹം. വലിയ പ്രധാനരായ, വലിയ അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ, ഈ അഗ്രേസരന്മാരായ സാന്നിധ്യങ്ങൾ, പണ്ഡിതന്മാർ, അവരെ മുഴുവനും കൊന്നു, അവരെ മുഴുവനും വധിച്ചു. ഫിത്നത്തുൽ വഹാബിയയിൽ ചരിത്രകാരനായ ഷെയ്ഖ് അഹമ്മദ് സൈനി ദഖ്ലാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തായിഫിലെ കാളിയെ കൊന്നു, മക്കയിലെ കാളിയെ കൊന്നു, ഷാഫി മദ്ഹബിലെ വലിയ വലിയ പണ്ഡിതന്മാരെ മുഴുവനും കൊന്നു. ഇതാണ് വഹാബിസത്തിന്റെ തേരോട്ടത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഹിജ്റ 1217 ദുൽഖഅദ മാസം അവർ മക്കയിലേക്ക് പോയി. മക്കയെ ആക്രമിക്കുവാനാണ് അടുത്ത നീക്കം. മക്കയെ ആക്രമിക്കണം. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബഹുമാന്യരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെ വീടുകൾ മുഴുവനും തകർത്തു, തരിപ്പണമാക്കി. മുത്തനബിയുടെ വീട് തകർത്തു. എന്താണ് ഇത്ര പക മുത്തനബിയോട്? എന്താണ് ബഹുമാന്യരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഇത്ര വിരോധം? എന്തിനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഇത്ര കലിപ്പ്? ബഹുമാന്യരായ മുത്തനബിയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും വീടുകൾ മുഴുവനും ഇടിച്ച് നിരപ്പാക്കി. റിസാലത്തുൽ ബഗ്ദാദിയയിൽ സയ്യിദ് ഇബ്രാഹിം റാവി അരിഫാഴി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു അനിസ്ലാമിക ഭരണകൂടമാണെങ്കിൽ പോലും അവരിങ്ങനെ ആലോചിക്കില്ല. അവർക്ക് പോലും ആലോചിക്കാൻ കഴിയാത്ത ക്രൂരമായ താണ്ഡവങ്ങൾ വഹാബിസം ആലോചിച്ചു നടപ്പാക്കി എന്ന് ബഹുമാന്യരായ സയ്യിദ് ഇബ്രാഹിം റാവി അരിഫാഴി റിസാലത്തുൽ ബഗ്ദാദിയയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ചെയ്തു കൂട്ടിയ മുഴുവൻ വൃത്തികേടുകൾ, മുഴുവൻ അനീതികൾ, തുല്യതയില്ലാത്ത വിധത്തിലുള്ള അറപ്പുളവാക്കുന്ന തോന്നിവാസങ്ങൾ, അതാണ് ചരിത്രത്തിൽ അവരുടെ പിൻബലം, അവരുടെ പിന്തുണ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയോട് ചേർന്ന് ഒരു പള്ളി ഉണ്ടായിരുന്നു. ബഹുമാന്യരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയോട് ചേർന്ന് കിടക്കുന്ന പള്ളി അവർ തകർക്കുവാൻ വേണ്ടി അവർ കാരണം പറഞ്ഞു. ശിർക്കാണ് ആരോപിച്ചത്. ശിർക്ക് പ്രചരിപ്പിക്കുന്ന പള്ളി എന്നാണ് ആ പള്ളിയെ കുറിച്ച് പ്രചരിപ്പിച്ചത്. മുസ്ലിങ്ങളുടെ മേൽ ശിർക്ക് ആരോപിച്ച്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ പള്ളിക്ക് നേരെ ശിർക്ക് ആരോപിച്ച് ആ പള്ളി ചരിത്രത്തിൽ നിന്ന് അവർ നീക്കം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ശിർക്കിനോടുള്ള വിരോധമല്ല, മറിച്ച് ഇസ്ലാമിനോടുള്ള സാംസ്കാരികമായ വിരോധമാണ്. പിനാകി ഭട്ടാചാര്യ, സിയാബുദ്ദീൻ സർദാർ, ലോകത്തെ ചരിത്ര പ്രസിദ്ധരായ എഴുത്തുകാർ, അവർ പറയുന്നുണ്ട്, വഹാബിസം എല്ലാ കാലത്തും ഇസ്ലാമിനെതിരെ സാംസ്കാരികമായി വിരോധം വെച്ച് പുലർത്തിയവരാണ്. ഇസ്ലാമിന്റെ സാംസ്കാരികമായ ചിഹ്നങ്ങളെ തകർത്തെറിയുവാൻ ആലോചിച്ചവരാണ്. പിനാകി ഭട്ടാചാര്യ നിരീക്ഷിക്കുന്നുണ്ട്, ശിർക്കിനോടുള്ള വിരോധമല്ല ഇത്, ഇസ്ലാമിന്റെ സാംസ്കാരികമായ പൈതൃകത്തോടുള്ള വിരോധം. അതാണ് അവർ ഇത്രമാത്രം മന്ദിരങ്ങൾ തകർത്തത്, ഇത്രമാത്രം വലിയ കർസേവക്ക് അവർ മുതിർന്നത്. മസ്ജിദ് അബീ ഖുബൈസ്, ദാറുൽ ഖൈറാസാൻ, ഹിറാ ഗുഹ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ജന്നത്തുൽ ബഖീഅ, ജന്നത്തുൽ മുഅല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ, ഇങ്ങനെ ചരിത്രത്തിൽ
വലിയ വലിയ മന്ദിരങ്ങൾ, വലിയ വലിയ കുബ്ബകൾ, വലിയ വലിയ പള്ളികൾ ഇസ്ലാമിന്റെ സാംസ്കാരികമായ അസ്തിത്വത്തിന്റെ, സാംസ്കാരികമായ പ്രതാപത്തിന്റെ ചിഹ്നങ്ങളായിരുന്നു, മുദ്രകളായിരുന്നു. അത് മുഴുവനും തകർത്തു. ആമിന ബീവിയുടെ മക്ബറ ബുൾഡോസർ കൊണ്ട് മാന്തിയെടുക്കുന്നതിന് അവിടെ സിയാറത്ത് ചെയ്യാനെത്തിയ കറാച്ചിയിലെ സയ്യിദ് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ കലങ്ങിയ കണ്ണുകളോടുകൂടി, കണ്ണീരോടുകൂടി ദൃക്സാക്ഷിയായ സംഭവം 1997 ലാഹോറിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മാസികയിൽ വിശദീകരിക്കുന്നുണ്ട്. ആമിന ബീവിയുടെ മക്ബറ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരപ്പാക്കുകയാണ്. വിശ്വാസികൾ മുഴുവനും അവർ കലങ്ങിക്കരഞ്ഞ കണ്ണുകളുമായി, പ്രതിഷേധത്തിന്റെ മനസ്സുമായി വഹാബിസത്തിന് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ്, പകച്ചു നിൽക്കുകയാണ്. ഇതിന്റെ കേരളീയ രൂപം ലോകതലത്തിൽ സൗദിയിൽ നടപ്പാക്കിയ, മക്കയിൽ നടപ്പാക്കിയ, മദീനയിൽ നടപ്പാക്കിയ, തായിഫിൽ നടപ്പാക്കിയ കർസേവ, ആ കർസേവയുടെ കേരളീയമായ ആവിഷ്കാരമാണ് നമ്മൾ നാടുകാണിയിൽ കണ്ടത്. നമ്മളെ മക്ബറകൾക്ക് നേരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടിന്റെ മറവിൽ ഇവിടുത്തെ മക്ബറകൾ തല്ലിപ്പൊളിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പച്ചക്കുബ്ബ പോലും തല്ലിപ്പൊളിക്കണം. സൗദി അറേബ്യയുടെ ഭരണം കേരളത്തിലെ വഹാബികൾക്ക് ലഭിക്കുമെങ്കിൽ, മുജാഹിദുകൾക്ക് ലഭിക്കുമെങ്കിൽ, രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം മുത്തുനബിയുടെ റൗള ഷരീഫ് തല്ലിപ്പൊളിക്കലാണ് എന്ന് വിശ്വാസികളുടെ മുഖത്തേക്ക് മുഴുവനും ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട്, അവരെ അവമതിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കേരളത്തിലെ മുജാഹിദ് പുരോഹിതന്മാർക്ക് സാധിക്കുന്നത് ഇത്തരമൊരു ചരിത്രപരമായ പിൻഫലത്തിലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഹിജറ 1218 മുഹറം മാസം മക്ക കൊള്ളയടിക്കുമ്പോൾ, മദീന കൊള്ളയടിക്കുമ്പോൾ, 1222 മദീന കൊള്ളയടിക്കുന്നു. ഈ മൊയ്തു മൗലവി, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഈ മൊയ്തു മൗലവിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മക്കയും മദീനയും കൊള്ളയടിച്ചതിന്റെ ഭീകരമായ അന്തരീക്ഷം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ തല്ലിപ്പൊളിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നേരിട്ടാണ് എന്ന് ചരിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലപാതകങ്ങൾ, കൊള്ളകൾ, അങ്ങനെയുള്ള കവർച്ചകൾ, പുണ്യകേന്ദ്രങ്ങൾ തകർക്കൽ, വഹാബിസത്തിന്റെ ഭീകരമായ മുഖം, സാംസ്കാരികമായ നിഷേധം ചരിത്രത്തിൽ എല്ലാ കാലത്തും നമ്മൾ കാണുകയാണ്. ഈ വഹാബി പാരമ്പര്യമാണ് പുതിയ കാലത്ത് IS നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, IS നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് നേരെ തായിഫിൽ തെറിവിളി ഉണ്ടായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരെ അക്രമം ഉണ്ടായിരുന്നു. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. കശ്മലർക്ക് നേരെ, തായിഫിൽ അക്രമികൾക്ക് നേരെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടല്ലോ മുത്തുനബിയോട്. അരുതെന്ന്, പ്രതികാരം ചെയ്യരുതെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അവിടെ വെച്ച് ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചവരെയാണ് പിന്നീട് തായിഫിൽ, മക്കയിൽ കശാപ്പ് ചെയ്യുവാൻ വഹാബി മൂവ്മെന്റ് മുന്നോട്ട് വന്നത്. വഹാബിസത്തിന്റെ താല്പര്യപ്രകാരം, വഹാബി താല്പര്യപ്രകാരം ഇബ്നു സൗദിന് വേണ്ടി തായിഫും മക്കയും കീഴടക്കിയത് ഉത്തൈബ ഗോത്രത്തിലെ പ്രമാണിയായിരുന്ന ഇബ്നു ബുജാജ് ആയിരുന്നു. ഇബ്നു ബുജാദാണ് മക്കയും തായിഫും കീഴടക്കിയത്. ഉത്തൈബ ഗോത്രത്തിൽ പ്രമുഖനാണ് അദ്ദേഹം. മക്കയിലെ ഗവർണർ പദവി ലഭിക്കാത്തതിൽ നിരാശനായിരുന്നു അദ്ദേഹം. മക്കയിലെ ഗവർണർ പദവി ലഭിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ആക്രമണം നടക്കുന്നത്. ഇതേ ഗോത്രത്തിൽ നിന്നാണ് മക്ക കലാപത്തിന്റെ സൂത്രധാരൻ ജുഹൈമാൻ ഇബ്നു സൈഫ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മക്ക കലാപത്തിന്റെ സൂത്രധാരൻ, അദ്ദേഹത്തിന്റെ ആലോചന വരുന്നത് ഇങ്ങനെയാണ്. 1929 നവംബർ 20 മസ്ജിദുൽ ഹറാമിൽ സുബ്ഹി നിസ്കരിക്കാനെത്തിയ 10,000 മുസ്ലിങ്ങൾ, 10,000 വിശ്വാസികൾ, ആ 10,000 വിശ്വാസികൾ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ നിസ്കാരത്തിനു ശേഷം ജുഹൈമാന്റെ സംഘം വാതിലുകൾ അടയ്ക്കുകയാണ്. പള്ളിയുടെ വാതിലുകൾ മുഴുവനും കൊട്ടിയടക്കുകയാണ്. ക്രൂരതാണ്ഡവങ്ങൾ നടത്തി ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതായി സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഖിലാഫത്ത് ഇവർ ഏറ്റെടുത്തു. ഈ അക്രമി സംഘം, ഈ കൊലപാതക സംഘം ഏറ്റെടുത്തു ഇസ്ലാമിക ഖിലാഫത്ത്. അവരങ്ങനെ പ്രഖ്യാപിച്ചു. 22 ദിവസം നീണ്ട സൈനികമായ നടപടി, സൈനികമായ ഉപരോധം അവിടെ നടപ്പാക്കുകയാണ്. അതിൽ 67 പേരെ ജീവനോടെ പിടിക്കപ്പെട്ടു. ബാക്കിയുള്ളവരെ മുഴുവനും കൊന്നു. ഇതാണ് അവിടെ നടപ്പാക്കിയ കർസേബയുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. സൗദിയിലെ മുഫ്തി ഇബ്നു ബാസിന്റെ നേതൃത്വ നിർദ്ദേശങ്ങൾ, ജുഹൈമാൻ അൽ ജമാഅത്തു സലഫിയ രൂപീകരിക്കുന്നത് ഇബ്നു ബാസിന്റെ നിർദ്ദേശത്തിലാണ്. ഇബ്നു ബാസിനെ തള്ളിപ്പറയാൻ നമ്മുടെ നാട്ടിലെ മതപരിഷ്കരണവാദികൾക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധ്യമല്ല. ആ ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ, നിർദ്ദേശത്തിലാണ് ജുഹൈമാൻ അൽ ജമാഅത്തു സലഫിയ എന്ന് പറയുന്ന ഭീകര സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ സംഘത്തിന്റെ, ഭീകര സംഘത്തിന് മുസ്ലിങ്ങൾക്ക് നേരെ, പാരമ്പര്യ മുസ്ലിങ്ങൾക്ക് നേരെ, അഹ്ലുസ് സുന്നയ്ക്ക് നേരെ
ഇങ്ങനെ ആയുധ പ്രവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘത്തിന്റെ ആസ്ഥാനം ഏതായിരുന്നു, ഓഫീസ് ഏതായിരുന്നു? ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഇബ്നു ബാസിന്റെ വീടായിരുന്നു അവരുടെ ആസ്ഥാനം. ഇബ്നു ബാസിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവര് പ്രവർത്തനങ്ങൾ, ആക്രമണ പ്രവർത്തനങ്ങൾ അവര് കൊഴുപ്പ് കൂട്ടുകയാണ് ചെയ്തത്. ജുഹൈമാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ക്ലാസ് എടുത്തത് ആരാണ്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിഷേധിക്കാൻ കഴിയാത്ത നാസറുദ്ദീൻ അൽബാനിയാണ്. ഈ നാസറുദ്ദീൻ അൽബാനിയുടെ ക്ലാസ് ആണ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ്, അദ്ദേഹത്തിന്റെ നസ്വീഹത്താണ്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാണ് ഈ സംഘത്തിന് ലഭിച്ചത് എന്നാണ്. ഹറം സംഭവത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സൗദി ഗവൺമെന്റിന്റെ ആലോചനയിൽ, അന്വേഷണത്തിൽ പിടിക്കപ്പെട്ടയാളാണ് ഷെയ്ഖ് മുഖ്ബിൽ ഹാദി അൽ ഹമദാനി എന്ന് പറയുന്ന വ്യക്തി. ഷെയ്ഖ് മുഖ്ബിൽ ഹാദി അൽ ഹമദാനി 1980 യമനിലെ ദമ്മാജിൽ ദാറുൽ ഹദീസ് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുന്നത് ഇദ്ദേഹമാണ്. വഹാബിസത്തിന്റെ ചരിത്രപരമായ വഴികളിൽ IS-ഉമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്ന അവരുടെ ഇഴകൾ, അവരുടെ ബന്ധങ്ങൾ വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. 1980 യമനിലെ ദമ്മാജിൽ ദാറുൽ ഹദീസ് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുന്നത് ഇദ്ദേഹമാണ്. ഷെയ്ഖ് മുഖ്ബിൽ ബിൽ ഹാദി അൽ ഹമദാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. അവിടേക്കാണ് കേരളത്തിൽ നിന്ന് ചില ആളുകൾ യാത്ര പോയത് IS-ൽ ചേരാൻ. കേരളത്തിൽ നിന്ന് അവര് പലായനം നടത്തിയത് പ്രബോധന താല്പര്യത്തോടു കൂടിയാണത്രേ. അവിടേക്ക് പോയത് സ്വർഗം തേടി, ആടുമേയ്ക്കാൻ പോയത്. നമ്മൾ ആലോചിക്കണം, ഈ ഷെയ്ഖ് മുഖ്ബിൽ ഹാദി അൽ ഹമദാനി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഉസാമയുടെ ഗുരുനാഥൻ, ഉസാമ ബിൻ ലാദന്റെ ഗുരുനാഥൻ. ഉസാമ ബിൻ ലാദനെ അൽ ഖായിദയെ നമുക്കറിയാം. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലോകത്ത് നിറഞ്ഞു നിന്നതാണ് അൽ ഖായിദയും ഉസാമ ബിൻ ലാദനും. ഈ ഉസാമ ബിൻ ലാദന്റെ ഗുരുനാഥനാണ് ഷെയ്ഖ് മുഖ്ബിൽ അൽ ഹാദി അൽ ഹമദാനി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ലോകത്തെ വഹാബി പ്രസ്ഥാനത്തിന്റെ ഗുരുനാഥൻ, ആചാര്യൻ എന്നുകൂടി നാം തിരിച്ചറിയുന്നിടത്ത് മുജാഹിദ് പ്രസ്ഥാനവും വഹാബി പ്രസ്ഥാനവും IS-ഉം തമ്മിലുള്ള ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ബന്ധം വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുകയാണ്. വഹാബിസത്തിന് അടിസ്ഥാനപരമായി വളരെ വലിയ ന്യൂനതകളുണ്ട് എന്ന് സൂക്ഷ്മമായ പരിശോധനയ്ക്ക്, അപഗ്രഥനങ്ങൾക്ക് നാം വിധേയപ്പെടുത്തണം. മുഹമ്മദ് അസദ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്, ഇസ്ലാമിനെ, വഹാബിസത്തിന് സംഭവിച്ച 2 അബദ്ധങ്ങൾ. ഇസ്ലാമിനെ അക്ഷരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന സങ്കുചിതത്വമാണ് വഹാബിസത്തിനുണ്ടായത്. ഇസ്ലാമിനെ അക്ഷരങ്ങളിലേക്ക് ഒതുക്കി അതിന്റെ ആത്മീയമായ വശങ്ങളെ ആലോചിച്ചില്ല, അതിന്റെ ആചാരപരമായ സൗന്ദര്യങ്ങളെ കുറിച്ച് ആലോചിച്ചില്ല. രണ്ടാമത്തെ വഹാബിസത്തിന്റെ ഒരു ന്യൂനതയുണ്ട്. മുഹമ്മദ് അസദ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു, വിയോജിക്കുന്നവരെ മുഴുവനും, ആർക്കും വിയോജിക്കാൻ അവകാശം നൽകാത്ത വിധം അവരെ മുഴുവനും കൊന്നു കളയുന്ന വിധത്തിലുള്ള മതാന്ധത, അവരോട് സഹിക്കുവാൻ കഴിയാത്ത മതാന്ധത. ഈ അന്ധതയാണ് വഹാബിസത്തിന്റെ ഭീകരമായ കുഴപ്പങ്ങളിൽ രണ്ടാമത്തത് എന്ന് മുഹമ്മദ് അസദ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിരീക്ഷിക്കുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഏത് സലഫി ഗ്രൂപ്പുകളെയും, ദമ്മാജ് സലഫികൾ ഉൾപ്പെടെയുള്ള ഏത് സലഫി ഗ്രൂപ്പുകളും ഇങ്ങനെയാണ്. രാഷ്ട്രീയാധികാരം കൈവരുന്നിടത്ത് മുഴുവനും ചരിത്രത്തിൽ അവർ സംഹാര താണ്ഡവം നടത്തിയിട്ടുണ്ട്, ആക്രമണ പരമ്പരകൾ നടത്തിയിട്ടുണ്ട്, ഹിംസാത്മകമായ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കയ്യൂക്കിന്റെ ബലത്തിൽ അവർ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ കയ്യൂക്കിന്റെ ബലത്തിൽ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. IS ആവർത്തിക്കുന്നതും ഇതേ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, ഇതേ പിൻബലത്തിൽ നിന്നുകൊണ്ട്, ഇതേ ആയുധബലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് IS-ഉം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നിരപരാധികളെ കഴുത്തറുക്കുന്നു, അംഗീകരിക്കാത്തവരെ മുഴുവനും മുദ്ര കുത്തുന്നു, ചരിത്രപരമായ സ്മാരകങ്ങൾ, മക്ബറകൾ തകർക്കുന്നു. IS-ന്റെയും വഴി ഇതാണ്. ഖിലാഫത്ത് പോലുള്ള പദങ്ങൾ ഉയർത്തിക്കാട്ടി തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നു. ജിഹാദ് അവരുടെ മുദ്രാവാക്യമായി ഉയർത്തി കാണിക്കുന്നു. ഇസ്ലാമികമായ ഭരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അധികാരഭ്രാന്ത് തലക്ക് പിടിച്ചുകൊണ്ട് അക്രമി സംഘമായി, അവിവേകികളായി IS ഒരു പുതിയ പ്രത്യയശാസ്ത്രമായി, പുതിയ മതമായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. IS ഇസ്ലാം അല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ വഴിയല്ലത്. അത് രാഷ്ട്രീയമായ ഇസ്ലാമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പരാമർശിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പരാമർശിക്കാതിരിക്കാനാവില്ല എന്നതുകൂടി ഒരു സത്യമാണ്. ഇസ്ലാമിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കണം. 1928 ഹസനുൽ ബന്ന ഈജിപ്തിൽ വെച്ചുകൊണ്ടാണ് മുസ്ലിം ബ്രദർഹുഡ് രൂപീകരിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡ് രൂപീകരിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ആരംഭം കുറിക്കുന്നു. അദ്ദേഹം ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നു. 1948 ഇസ്രായേൽ രൂപീകരിക്കുകയാണ്. ഇസ്രായേൽ രൂപീകരണത്തോടുകൂടി പിന്നീട് ബ്രദർഹുഡ് സായുധ ബറ്റാലിയനായി മാറുകയാണ്, സായുധ സംഘമായി, ആക്രമി സംഘമായി മാറുകയാണ്. സയ്യിദ് കുത്തുബിന്റെ നേതൃത്വത്തിൽ അവരോധിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ആക്രമ പരമ്പരകളുടെ ഘോഷയാത്രകൾ, അതിന്റെ തുടർച്ചകൾ മാത്രമാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ ചരിത്രം. അവരുടെ പിൻഫലം അതാണ്. മനുഷ്യന്റെ അധികാരത്തെ മുഴുവനും കുത്തുബ് നിരാകരിച്ചു. സയ്യിദ് കുത്തുബ്, അള്ളാഹുവിന്റെ അധികാരം വരണം, ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കപ്പെടണം,
സയ്യിദ് കുത്തുബിന്റെ അവകാശവാദം അങ്ങനെയായിരുന്നു. പാരമ്പര്യ മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കി വഹാബികൾ തള്ളിയതുപോലെ തന്നെയാണ് മുസ്ലിം ബ്രദർഹുഡും ഇഖ്വാനുൽ മുസ്ലിമീനും പാരമ്പര്യ മുസ്ലിങ്ങൾക്ക് നേരെയാണ് തിരിഞ്ഞത്. മുസ്ലിങ്ങളെ മതനിഷേധികളാക്കുന്ന രീതി സയ്യിദ് കുത്തുബിന്റെ അദ്ദേഹത്തിന്റെ രചനകളിൽ ഉണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അംഗീകരിക്കുന്ന യൂസുഫുൽ ഖറദാവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. സയ്യിദ് കുത്തുബിന്റെ പ്രവർത്തന രീതി ഇങ്ങനെയായിരുന്നു എന്ന് യൂസുഫുൽ ഖറദാവി പറയുകയാണ്. ആരാണ് സയ്യിദ് കുത്തുബിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരകം? ആരായിരുന്നു സയ്യിദ് കുത്തുബിന്റെ ഉസ്താദ്? ആരായിരുന്നു? അബുൽ അഅ്ല മൗദൂദിയായിരുന്നു. അബുൽ അഅ്ല മൗദൂദി വികസിപ്പിച്ചു കൊടുത്ത പ്രവർത്തന തന്ത്രത്തിൽ നിന്നാണ് സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അദ്ദേഹം വികസിപ്പിച്ചത്, വ്യാപിപ്പിച്ചത് എന്ന് പറയുന്നു. ജിഹാദിനെ സായുധ സമരം മാത്രമാക്കി കാണിച്ച് സായുധ പോരാട്ടത്തിന് വേണ്ടി, ആക്രമണത്തിന് വേണ്ടി പ്രതലമൊരുക്കിക്കൊണ്ട് രാഷ്ട്രീയ ഭൂമിക വികസിപ്പിച്ചയാളാണ് മൗലാന മൗദൂദി എന്ന് മഹ്മൂദ് മെംദാനി അദ്ദേഹത്തിന്റെ നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. ആരാണ് മൗദൂദി എന്ന്? രാഷ്ട്രീയ ഇസ്ലാം മാത്രമാണ് അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് മഹ്മൂദ് മെംദാനിയാണ്. മൗദൂദി ലക്ഷ്യമിട്ടത് മുസ്ലിം രാഷ്ട്രീയമായിരുന്നില്ല, ആദർശാധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരുന്നു. ആ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ ഒരു മുസ്ലിമിന് ജീവിക്കാനാവൂ, അവിടെ മാത്രം ജീവിച്ചാൽ മാത്രമേ അവന് സ്വർഗം ലഭിക്കൂ, അവിടെ മരിച്ചാൽ മാത്രമേ അവന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് മൗദൂദി വിശ്വസിച്ചു. ആ വിശ്വാസത്തെ, ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിരാകരിച്ചു ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പുതിയ സംവിധാനങ്ങൾ ആലോചിക്കുന്നു, അതിനുവേണ്ടി പുതിയ രാഷ്ട്രീയ ഘടന രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ജീവിച്ചു മരിക്കണമെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വേണം എന്നവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മതേതര രാജ്യമായ ഇന്ത്യയിൽ പലപ്പോഴും അവർ പ്രച്ഛന്ന വേഷം കെട്ടിയടന്നു. അധികാരം ലഭിച്ചിടത്ത് മുഴുവനും ജമാഅത്തെ ഇസ്ലാമിയുടെ പാരമ്പര്യം. ബംഗ്ലാദേശിലേക്ക് വരാം, അവിടെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയത് സംഹാര താണ്ഡവമാണ്. ആക്രമണത്തിന്റെ പിന്തുണയിൽ പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയത്. അതിനുവേണ്ടി പലായനം, അതിനുവേണ്ടിയുള്ള ആലോചനകൾ. ഇബ്നു അബ്ദുൽ വഹാബിനെ നവോത്ഥാന നായകനായിട്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് നവോത്ഥാനം? മുസ്ലിങ്ങളെ മുഴുവനും കൊന്നു കൊലവിളിക്കുന്നതിന് നവോത്ഥാനം എന്ന് പറയും. മുസ്ലിങ്ങളുടെ ചരിത്രപരമായ സ്മാരകങ്ങളെ തകർക്കുന്നതിന് നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കാനാവുമോ? ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവായി വാഴിക്കപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയ് നടത്തിയ പ്രവർത്തനങ്ങളെ, സാമൂഹ്യ പരിഷ്കരണങ്ങളെ സാമൂഹ്യ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ജീർണതകൾക്കെതിരെ ശബ്ദിച്ചു. രാജ്യത്തെ ദുരാചാരങ്ങൾക്കെതിരെ, ദൂഷണങ്ങൾക്കെതിരെ അദ്ദേഹം മുന്നോട്ട് വന്നു. സതിക്കെതിരെ അദ്ദേഹം പടപൊരുതി. കൃത്യമായ പ്രതലം അദ്ദേഹം ഒരുക്കി. ബദൽ സംവിധാനങ്ങൾ ആലോചിച്ചു. ഒരു ജനതയെ നവീകരിക്കുവാൻ, പരിഷ്കരിക്കുവാൻ. ഇസ്ലാമിനകത്ത് എന്ത് നവോത്ഥാനമാണ്? ഏതു കാലത്താണ് ഇസ്ലാമിനകത്ത് ജീർണതയുണ്ടായത്? ഏത് ഘട്ടത്തിലാണ് ഇസ്ലാം ജീർണിച്ചു പോയത്? ഒരു കാലത്തും ഇസ്ലാമിന് ജീർണത ബാധിച്ചിട്ടില്ല. ഇസ്ലാമിനകത്തേക്ക് നവോത്ഥാന നായകരായി കെട്ടിയിറക്കിയവർ മുഴുവനും അവരവരുടെ ഭൂമിക വികസിപ്പിക്കുവാൻ വേണ്ടി മാത്രം ആലോചിച്ചവരാണ്. രാജ്യത്തെ ഏറ്റവും തീക്ഷ്ണമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണ്. സാംസ്കാരികമായ നിഷേധത്തെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചവരെ നമുക്ക് എങ്ങനെ നവീകരണവാദികൾ എന്ന് വിളിക്കാൻ കഴിയും? നമ്മുടെ മുന്നിലേക്ക് വന്നവരെ മുഴുവനും നമ്മൾ അങ്ങനെ വായിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ നിന്ന് നിഷ്പക്ഷമായ വായനയിലേക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു വായനയുടെ തലമൊരുക്കുകയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.